നമസ്കാരം. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാക്ഷസനുണ്ടായിരുന്നു. ആ രാക്ഷസന് വലിയൊരു കൊട്ടാരമുണ്ടായിരുന്നു. ആ കൊട്ടാരത്തിൻ്റെ മുൻഭാഗത്തായിട്ട് ഒരു വലിയ പൂന്തോട്ടം ഉണ്ടായിരുന്നു. നിറയെ പൂക്കളുള്ള ചെടികളും മരങ്ങളുമൊക്കെയുള്ള ഒരു വലിയ പൂന്തോട്ടം. അതിൻ്റെ ചുറ്റോട്ടും ഒരുപാട് തരം മരങ്ങളുണ്ടായിരുന്നു. പൂക്കളും പഴങ്ങളും ഒക്കെയുള്ള മരങ്ങൾ. പക്ഷേ അതിന് ചുറ്റും വലിയൊരു മതിലുണ്ടായിരുന്നു. ആ മതിലിൻ്റെ മുകളിൽ ഒരു വലിയ ബോർഡ് ഉണ്ടായിരുന്നു. എന്താ ബോർഡെന്നറിയോ? ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നാണ്. എന്ന് വെച്ചാൽ അതിക്രമിച്ചു കിടക്കുന്നവർ ശിക്ഷിക്കപ്പെടും. ആരും അതിൻ്റെ ഉള്ളിലേക്ക് അനുവാദമില്ലാതെ കിടക്കരുതെന്നാണ്. ആരും രാക്ഷസനെ അനുവദിക്കില്ല. വലിയ ഗേറ്റും പൂട്ടും ഒക്കെ ഉണ്ട്. ആൾക്കാർക്കൊക്കെ രാക്ഷസനെ പേടിയായതുകൊണ്ട് ആരും അതിൻ്റെ ഉള്ളിലേക്ക് പോവാറില്ല. പക്ഷെ കുട്ടികളൊക്കെ വളരെ കൊതിയോടെ അത് പൂന്തോട്ടത്തിലേക്ക് നോക്കും. നല്ല പൂക്കളും കായ്കളും മരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്കൊക്കെ രസമാണല്ലേ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ രാക്ഷസൻ മറ്റൊരു രാജ്യത്തുള്ള തൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ പോയി. കുറേ കാലം അവിടെ താമസിച്ചു. ആ സമയത്ത് ഇവിടെ ആരുമില്ല. അപ്പോൾ കുട്ടികൾ ചുറ്റും നടക്കാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി പറ്റാൻ പറ്റുമോ എന്ന്. അങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ആ കൊട്ടാരത്തിൻ്റെ പുറത്തൊരു പിൻഭാഗത്തൊരു മതിൽ ചെറുതായിട്ട് പൊളിഞ്ഞു കിടക്കുന്നു. അവർ പതുക്കെ പിള്ളേരൊക്കെ പടകൂടി അതിലത്തെ കുറേ കല്ലും മണ്ണൊക്കെ മാറ്റി അത് കൂടെ കടക്കാനുള്ളൊരു വഴി ഉണ്ടാക്കി. അങ്ങനെ കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറാൻ തുടങ്ങി, കളിക്കാൻ തുടങ്ങി. രാക്ഷസനില്ലാത്തതുകൊണ്ട് ആർക്കൊരു പ്രശ്നമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഈ രാക്ഷസൻ തിരിച്ചു വന്നപ്പോൾ എന്താ കാണുന്നത്? തൻ്റെ പൂന്തോട്ടത്തിൽ നിറയെ പിള്ളേരെ കളി തമർക്കണു. ഒരുപാട് ചെടികൾ കുട്ടികളല്ലേ ചവിട്ടിയിട്ടും ഓടിയിട്ടും ഒക്കെ നശിപ്പിച്ചിടണു. രാക്ഷസനും കിട്ടി ദേഷ്യം വന്നു. അയാൾ അകത്തേക്ക് അങ്ങോട്ട് കയറിയില്ലേ, കുട്ടികൾ കണ്ടോടുകൂടി പേടിച്ചൊരൊറ്റ ഓട്ടം. എല്ലാ കുട്ടികളും ഓടി പുറത്തേക്ക് ചാടിപ്പോയി ഈ പിന്നിലെ വഴി കൂടെ. രാക്ഷസൻ ചെന്ന് കണ്ടു ആ വഴി. രാക്ഷസൻ ആ വഴിയൊക്കെ അടച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയ അബദ്ധം പറ്റി. ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു. അവനൊരു മരത്തിൻ്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അവൻ ഈ കൂട്ടുകാരൊപ്പം ഇറങ്ങി ഓടാൻ പറ്റിയില്ല. രാക്ഷസനെ കണ്ട് പേടിച്ചിട്ട് അവൻ ഇളകാനും വയ്യ, മാത്രമല്ല മരത്തുമ്പെന്ന് ഇറങ്ങാനും വയ്യ. അവൻ അവിടെ ഇരുന്നു പോയി. രാക്ഷസൻ മതിലൊക്കെ മൂട്ടിക്കെട്ടി അവിടെ തൻ്റെ കൊട്ടാരത്തിൽ താമസിക്കാൻ തുടങ്ങി. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ രാക്ഷസനൊരു അത്ഭുതം കണ്ടു. എന്താ അറിയോ? തൻ്റെ പൂന്തോട്ടത്തിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞുപോയി. ഒരു പൂവ് പോലും ഇല്ല. പഴങ്ങളൊക്കെ കൊഴിഞ്ഞുപോയി. ഒരു പഴമില്ല. ആകെ വിഷമായി രാക്ഷസന്. ഇതെന്താ അങ്ങനെ പറ്റിയേ എന്ന് വിചാരിച്ച് രാക്ഷസൻ കുറച്ച് ദിവസം കാത്തു. മഞ്ഞുകാലമായതുകൊണ്ടാവും, മഞ്ഞ് മാറിയാൽ പൂക്കളുണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പൂക്കളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു ദിവസം ഒരു ചെറിയ പക്ഷിയുടെ ശബ്ദം കേട്ടു. പക്ഷികളൊന്നും ഇതിലേക്ക് വരാതെ, കാരണം പൂക്കളും പഴങ്ങളും ഒന്നും ഇല്ലെങ്കിൽ പക്ഷികൾ വരില്ലല്ലോ. പക്ഷെ ഒരു ശബ്ദം കേട്ടു രാവിലെ. അപ്പോൾ രാക്ഷസൻ ആ ശബ്ദം കേട്ട ഭാഗത്ത് ജനൽ തുറന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മരം മാത്രം നിൽക്കണം. അതുമ്പിൽ മുഴുവൻ പൂക്കൾ നിറഞ്ഞു നിൽക്കണം. രാക്ഷസന് അത്ഭുതം തോന്നി. രാക്ഷസൻ വേഗം ഇറങ്ങി ആ മരത്തിൻ്റെ ചോട്ടിൽ ചെന്ന് നോക്കി, ഇതെന്താ അതിങ്ങനെയെന്ന്. നോക്കുമ്പോൾ അതിൻ്റെ മുള്ള കുഞ്ഞു കുട്ടിയിരിക്കണം. അവൻ പേടിച്ച് കരഞ്ഞു ക്ഷീണിച്ച് അവശനായിട്ട് അവിടെ ഇരിക്കണം. രാക്ഷസന് പാവം തോന്നി. രാക്ഷസൻ വേഗം ആ കുട്ടിയെ എടുത്ത് താഴെ വെച്ചു. അവന് അവിടെ പറഞ്ഞു, നീ പൊയ്ക്കോ, നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവനെ പുറത്തേക്കാക്കി വിട്ടു. അവൻ പോയപ്പോൾ രാക്ഷസൻ അത്ഭുതപ്പെട്ടു. കാരണം ചുറ്റുമുള്ള പൂക്കളും മരങ്ങളും ഒക്കെ പൂത്ത് തളിർത്ത് നിൽക്കാൻ തുടങ്ങി. കുട്ടി പോയിച്ചാലും. അപ്പോൾ രാക്ഷസനൊരു അത്ഭുതം തോന്നി. രാക്ഷസന് തോന്നി കുട്ടികളെ സ്നേഹിക്കാതെ ആ പൂക്കളൊന്നും ഉണ്ടാവില്ല. കുട്ടികളാണ് അവരെ സ്നേഹിക്കണം എന്ന് രാക്ഷസനുള്ളൊരു പാഠമായിട്ടത് തോന്നി. രാക്ഷസൻ വേഗം ഓടിച്ചെന്ന് തൻ്റെ കൊട്ടാരത്തിൻ്റെ ഗേറ്റ് തുറന്നിട്ടു. എന്നിട്ട് കുട്ടികളോടൊക്കെ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ കുട്ടികളത് കേട്ടോടുകൂടി സന്തോഷമായി. അവർ ഓടി വന്നു. അവർ കളിക്കാനും തമർക്കാനും ഒക്കെ തുടങ്ങി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ
ആ വെള്ള പൂക്കളുണ്ടായ കുട്ടി ഇരുന്ന മരല്ലേ, ആ മരത്തിൻ്റെ ചുവട്ടിൽ രാക്ഷസൻ കിടക്കണു, മരിച്ചു കിടക്കണു. അതിൻ്റെ മുകളിൽ നിറയെ വെളുത്ത പൂക്കൾ കിടക്കണു. അങ്ങനെ ആ രാക്ഷസൻ മരിച്ചുപോയി. ആ പൂന്തോട്ടവും ആ കൊട്ടാരവും മുഴുവൻ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമായി. അങ്ങനെ അവർ വളരെ സന്തോഷത്തോടെ ആ കൊട്ടാരത്തിൽ കളിച്ച് മതിച്ച് നടന്നു. ഓക്കേ.